പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. അത് തന്നെയാണ് സത്യം. ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം 9-ാം തീയതി ഞാൻ പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് CBI അന്വേഷണം വേണം, ഈ അന്വേഷണം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്നു, CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ CBI അന്വേഷണം, ശരി CBI അന്വേഷണമാണെങ്കിൽ തരാം എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഈ പറയുമ്പോൾ കുറച്ച് മീഡിയക്കാരുണ്ടായിരുന്നു. അവരോടെല്ലാം പറഞ്ഞു മുഖ്യമന്ത്രി സമ്മതിച്ചു CBI അന്വേഷണത്തിന്. എല്ലാവരും അതോടുകൂടി അങ്ങ് വാ അടച്ചു. ശരിയാണല്ലോ, CBI അന്വേഷണത്തിന് വേണ്ടിയാണ് എല്ലാവരും മുറകുളി കൂട്ടിക്കൊണ്ടിരുന്നത്. കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, മതപരമായിട്ടൊന്നുമില്ല, ഈ എല്ലാം മീഡിയക്കാരും അതും എല്ലാവരും അങ്ങ് വാടച്ചു. ഞാനും വാടച്ചു, എൻ്റെ കുടുംബവും വാടച്ചു. ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു ദിവസം, 2 ദിവസം ഒന്നും നടക്കില്ല, എനിക്കറിയാം. ഒരു 10 ദിവസം വരെ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു അറിവുമില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അറിയണമല്ലോ, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അറിയിക്കണം, അല്ലെങ്കിൽ ഒരു അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും അറിയിക്കണം. അതുമില്ല. അതിന് മുമ്പേ അറിയിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എൻ്റെ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സമുദായ സംഘടന ഉണ്ട്. അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹം പോയിട്ട് നമ്മുടെ സമുദായ സംഘടനയുടെ പ്രസിഡന്റ് സുഭാഷ് ബോസ് സാർ, അദ്ദേഹം പോയി അന്വേഷിച്ചിട്ട് സെക്രട്ടേറിയറ്റ് അന്വേഷിച്ചാൽ പറഞ്ഞത് അവിടെ ഒന്നും ആയിട്ടില്ല, അവിടെ ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒന്നും ആയിട്ടില്ല. കാരണം എന്താണെന്ന് വീണ്ടും പോയി അന്വേഷിച്ചപ്പോഴെന്താ, ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പ്രശ്നം. ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ വേർഡ്സോ അല്ല ടെക്നിക്കൽ വശങ്ങളോ ഒന്നും അറിയില്ല. എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ആർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു നാളെ ട്രാൻസ്ലേറ്റ്, മറ്റന്നാൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. വീണ്ടും അദ്ദേഹം മാത്രമല്ല, ആ സംഘടന മൊത്തം പോയിട്ട് വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റം പറയാൻ പറ്റില്ല, മീഡിയയും പത്രവും എല്ലാം ഫോളോ ചെയ്യുകയായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഈ പറയുമ്പോൾ നമ്മൾ പോകുന്ന പോലെ സെക്രട്ടറിയുടെ ഉള്ളിലോ കാര്യങ്ങളിലോ പോയിട്ട് ഒന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ ആവശ്യമല്ലേ. അവസാനം അവിടെ അറിയുന്നത് ഒന്നും ആയിട്ടില്ല. അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സെക്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിന് വെയിറ്റ് ചെയ്യുന്നു, ഞാൻ ആരോട് ചോദിക്കാൻ. ഏറ്റവും ലാസ്റ്റ് ഇന്നലെ അറിഞ്ഞത് ഈ 33 പേരെ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തു. ശരിക്കും വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു ഇന്നലെ കേട്ടത്. 33 തിരിച്ചെടുത്തു. ഏത് അടിസ്ഥാനത്തിൽ തിരിച്ചെടുത്തു, ആരാണ് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തത്, എന്താണ് അന്വേഷണം, ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ എനിക്കത് അന്വേഷിക്കണമല്ലോ. ഞാൻ സ്വയമായിട്ട് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്കത് അന്വേഷിച്ചേ പറ്റുള്ളൂ. ഞാൻ അന്വേഷിച്ചിറങ്ങി. എനിക്ക് ഏതൊക്കെ വാതിൽക്കൽ മുട്ടാൻ പറ്റുമോ ഞാൻ ആ വാതിലുകളെല്ലാം പോയി. ഞാൻ വീട്ടിലിരുന്നാൽ നടക്കില്ല എന്ന് എനിക്കറിയാം. ഈവൻ മീഡിയ, പത്രം, അല്ലെങ്കിൽ ഞാൻ പോയിട്ടുള്ള ആൾക്കാരൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു നന്ദികേടായിരിക്കും. പോയിട്ടുള്ള എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം എനിക്കൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരു ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ അറിഞ്ഞു, സെക്രട്ടേറിയറ്റിനകത്ത് ഇതിനെക്കുറിച്ചിട്ട് ഒരു പേപ്പർ നീങ്ങിയിട്ടില്ല. ആകപ്പാടെ അറിഞ്ഞിട്ടുള്ളത് 16-ാം തീയതിയോ എന്തോ CBIക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറയുന്നു. അതാണ് അവർ ഇന്നലെ സർക്കാർ പത്രത്തിൽ പറഞ്ഞത്. 16-ാം തീയതി എന്നെ CBIക്ക് വിട്ടിട്ടുണ്ടെന്ന്. പക്ഷെ അത് വിട്ടിട്ടുള്ളതല്ല, അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും മൂടിക്കെട്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 16-ാം തീയതി ഞാൻ അപ്പോഴേ പറഞ്ഞു, 16-ാം തീയതി കൊടുത്തിട്ടുള്ളതാണെങ്കിൽ അതല്ല, ഇത് വിട്ടിട്ടുള്ളതല്ല. അവർക്ക് ചിലപ്പോൾ ഇൻഫർമേഷൻ കൊടുത്തതായിരിക്കും. ഇതിൻ്റെ അതുപോലെ ഒഫീഷ്യലായിട്ടുള്ള പോയിട്ടില്ല. ഞാനത് കരഞ്ഞു പറയുക എല്ലാ മീഡിയയിലും എല്ലാവരുടെ അടുത്തും. പക്ഷേ എന്നെ ആരും ശ്രദ്ധിക്കും. തീർച്ചയായും 17 ദിവസത്തിന് ശേഷം അനക്കമുണ്ടായത്. എങ്ങനെ അനക്കമുണ്ടായമായിട്ട് നമ്മൾ പറയുമല്ലോ, കരയുന്ന പിള്ളേക്ക് പാലുള്ളൂ എന്ന് പറയുന്ന മാതിരി ഞാൻ പോയി കരഞ്ഞു. ഞാൻ വീണ്ടും പോയി മുഖ്യമന്ത്രിയുടെ മുമ്പ് പോയി കരയാൻ പോയിട്ടില്ല. ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് എവിടെയൊക്കെ മുട്ടാൻ പറ്റുമോ, ആരൊക്കെ എന്നെ സഹായിക്കാൻ പറ്റുമോ, ആരൊക്കെ ആ ഒരു വിശ്വാസം ഉള്ളിടത്തെല്ലാം ഞാൻ പോയതിന് ശേഷം എല്ലാവരും എന്നെ സഹായിച്ചു. അതായത് ഒരു രാഷ്ട്രീയ ലാഭം നോക്കാതെ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ആരെയും പേര് നോക്കുന്നില്ല എന്ന്. അങ്ങനെ കുറച്ച് പേര് എന്നെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. അവർ പറഞ്ഞു, ഇത് നിൻ്റെ കാര്യമല്ല, ഇത് കേരളത്തിൻ്റെ കാര്യമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ പോലെയാണ് എന്ന് സഹായിച്ച ഒരുപാട് പേരുള്ളതുകൊണ്ട് ഇന്നലെ മുതൽ അത് അതുകൊണ്ട് മാത്രമാണ് ഇന്നെങ്കിലും ഇതായത്. എന്നിട്ട് ഇന്ന് സംഭവിച്ചതെന്താ, ഇന്ന് രാവിലെ ന്യൂസ് നോക്കിയപ്പോൾ ഈ വളരെ പെട്ടെന്ന് തന്നെ ഏതോ ഒരു സ്പെഷ്യൽ DSPയുടെ കയ്യിൽ CBIക്ക് അത് കൈമാറുന്നു എന്ന് പറയുന്നു. ഈ 17 ദിവസം വരെ ഈ M സെക്ഷനിൽ ഇരിക്കുന്ന ഒരു സാധനം അവർ എത്ര ലോയിലാണ്, എത്ര ലോ റാങ്കിലാണ്, ഏത് ലെവലിലാണ് ഇരിക്കുന്നത് കൂടുതലായിട്ട് എനിക്കറിയില്ലെങ്കിൽ കുറച്ചെനിക്കറിയാം. അവസാനം ഇവരുടെ ജോലി എന്താണെന്ന് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ 17 ദിവസവും ഈ പേപ്പർ ഇവിടുന്ന് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരക്കാനായിട്ട് ഈ ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ
ഇതുവരെയ്ക്ക് എവിടെ പോയിരുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, 3 പേരെ സസ്പെൻഡ് ചെയ്തു, അത് അവർ ആഭ്യന്തര കാര്യം, അവരാണ് ഡിലേ ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. അവർ ഡിലേ ചെയ്തായിരിക്കും, അതുകൊണ്ട് അവർക്ക് അതിൻ്റെ കുറ്റം ശിക്ഷ ഏറ്റെടുത്തു. പക്ഷേ ഇത്രയും സെൻസേഷനായ ഒരു കേസിൽ ഈ 17 ദിവസവും ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഈ 17 ദിവസം എന്ത് ചെയ്യുകയായിരുന്നു? ആരെങ്കിലും ഒരാൾ തിരക്കുമോ? ഈ 17 ദിവസത്തിൽ ഈ ലെറ്റർ എന്തായി? ഇപ്പോൾ സസ്പെൻഷനിലായിട്ട് അവരോട് തിരക്കിയിട്ടു. അവരുടെ കയ്യിലാണല്ലോ ലാസ്റ്റ് വന്ന് നിന്നത്. ചിലപ്പോൾ അവരെ ലാസ്റ്റ് ജോലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ജോലിയായിരിക്കും, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്ത് സൈൻ ചെയ്യാൻ കൊടുക്കേണ്ട ജോലിയായിരിക്കും. അതെനിക്കറിയില്ല. ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായിരിക്കും അവർ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ലാസ്റ്റ് സൈൻ ചെയ്ത് കൊടുക്കേണ്ട അവരാണല്ലോ. ഈ മുതിർന്ന ഉദ്യോഗസ്ഥരാണല്ലോ സൈൻ ചെയ്ത് ഇത് അയക്കേണ്ടത്, ഏത് മന്ത്രാലയത്തിലാണ് ആണെങ്കിലും. അവരെന്തുകൊണ്ട് തിരക്കിയില്ല? ഈ പേപ്പർ ഇതുവരെയ്ക്കും വന്നില്ല. ഇത്രയും സെൻസേഷനായിട്ടുള്ള കേസ് നടക്കുന്നു, എന്തുകൊണ്ട് ആ സെക്ഷനിൽ നിന്ന് പേപ്പർ വന്നില്ല? ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ അതുവരെ എവിടെ പോയിരുന്നു? ഞാൻ പറയുന്നത്, ഈ ഏറ്റവും അവസാനമുള്ള ഈ ഉദ്യോഗസ്ഥർ അവർ ചിലപ്പോൾ കുറ്റം ചെയ്ത് ചെയ്യാതിരിക്കുകയാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ, ശരിയാ. പക്ഷേ ഞാൻ അതോ മുമ്പ് പറഞ്ഞത്, ഇതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പില്ല. ഇപ്പോൾ സെക്രട്ടറി ആണോ, പ്രസിഡന്റ് ആണോ, സെക്രട്ടറി ആണോ, അതിന് വേറെ ഒന്നും എനിക്കറിയില്ല. ഇതിൻ്റെ മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുവരെയ്ക്കും എവിടെ പോയിരുന്നു ഇതിനെക്കുറിച്ച് തിരക്കാത്തത്? ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള 3 നിലപാടുകൾ വളരെ സ്വാഗതാർഹമായ 3 നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അത് CBIക്ക് കൈമാറാൻ പോകുന്നു, ആഭ്യന്തര അന്വേഷണത്തിന് വിടുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹം അത്രയ്ക്കും നല്ല, ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥയോടെ പെരുമാറുന്നുണ്ടെങ്കിൽ, ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഭ്യന്തര സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഒരു നടപടി എടുക്കട്ടെ. ഞാൻ അതാ പറയുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ഒരാരെയും ഞാൻ വിമർശിക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല, ഒരു മുതിർന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വളരെ ഏറെ ഒരു കുറ്റം ഇത് വന്നിട്ടുണ്ട്, ഒരു കൃത്യവിലോപനം വന്നിട്ടുണ്ട് മുതിർന്ന സെക്ഷനിൽ. അതല്ല, ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ പാവം പിടിച്ച് അവരെ കുറിച്ച് സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചിലപ്പോൾ അവർ പ്രഷർ കൊണ്ട് അവർ നിർത്തിവെച്ച് കാണും, ചിലപ്പോൾ അവരോട് പറഞ്ഞു കാണും, ഞാൻ പറഞ്ഞിട്ട് ഈ പേപ്പർ മൂവ് ചെയ്താൽ മതി. അല്ല, അവർക്കിത് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ചെയ്ത് വിട്ടിട്ട് അവർ കൊടുക്കണമെന്നുള്ള വലിയ ജോലിയൊന്നുമല്ല അത്, അല്ലെങ്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് കൊടുക്കണ വലിയ ജോലിയല്ല. അവർ മുകളിൽ നിന്ന് വന്ന് കാണും, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇത് എൻ്റെ ഒരു ദോഷം, ഞാൻ കണ്ട കാര്യമല്ല, എനിക്കറിയാവുന്ന ചെറിയ അറിവ് കൊണ്ട് പറയുക. അങ്ങനെയും ആവാം. അങ്ങനെ ആവാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പേപ്പർ ഇതുവരെയ്ക്ക് എൻ്റെ ഡെസ്കിൽ എത്തിയില്ല എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥന് ചോദിച്ചുകൂടി? ചോദിക്കാത്തടത്തോളം കാലം മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഈ വളരെയേറെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മകന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട് എന്ന് ഞാനൊരു നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതിനു വേണ്ടി പോകുന്നത്. CBI അന്വേഷണത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോകുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അദ്ദേഹം അത് കണ്ടു, ശരി CBI അന്വേഷണം ഉടനെ തന്നെ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ഞാൻ വിചാരിച്ചു ഉടനെ തന്നെ അത് കിട്ടിയില്ല, എനിക്ക് കൂടുതൽ വേർക്കേണ്ടി വന്നില്ല, കൂടുതൽ കോടതിയിലോട്ട് പോവേണ്ടി വന്നില്ല, അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതോടുകൂടി എല്ലാവരുടെയും വാ മൂടിക്കെട്ടി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേരളം ഒന്നടങ്ങ് പെട്ടെന്ന് അങ്ങ് മൂടിക്കെട്ടി, വാ എല്ലാം മൂടിക്കെട്ടി. CBI അന്വേഷണം ഒന്നുമില്ല, കുഴപ്പമില്ല. ഈവൻ എൻ്റെ കുടുംബം ഉൾപ്പെടെ ഞാനും ഉണ്ടായിരുന്നു. ഒരാഴ്ച അല്ലെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഒരു ഇൻഫർമേഷനെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെങ്കിലും അവിടെ നിന്നെങ്കിലും, ഞാൻ ഉദ്യോഗസ്ഥന് തെറ്റ് പറയുന്നില്ല, ഞാൻ ഇപ്പോഴും തെറ്റ് പറയുന്നില്ല, ഇപ്പോഴും പറയാം. പക്ഷേ അവിടെ നിന്നെങ്കിലും ആ ഓഫീസിൽ നിന്നെങ്കിലും ഒരു ഇൻഫർമേഷൻ തരിക, നിങ്ങൾ അന്വേഷണം ഇങ്ങനെ പോവുകയാണ്, നമ്മൾ അന്വേഷണം ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ CBI അന്വേഷണം ആ പേപ്പർ അവിടെ മൂവ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്, എനിക്ക് തരണമെന്ന് എനിക്കറിയില്ല. അതിന് നിയമവശം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുക. പക്ഷെ ഇതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെക്രട്ടേറിയറ്റിൽ നമ്മുടെ സമുദായം കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, ഒരു പ്രാവശ്യം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. താങ്കൾ ദയവായി ചോദിക്കരുത് ഞാൻ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരമാണ്. പേപ്പർ എല്ലാം അയച്ചിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് കിട്ടിയത്. പേപ്പർ നമ്മൾ ഇവിടെ നിന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളൊന്ന് ബന്ധപ്പെടും, കുഴപ്പമില്ല, അവിടെ നിന്ന് കൃത്യമായിട്ട് വിവരം കിട്ടും. പറഞ്ഞത് വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്, ശരി, അത് ഞാൻ കുറ്റം പറയുന്നില്ല. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെടും. അത് എൻ്റെ ഷിബു എന്ന് പറയുന്ന എൻ്റെ അളിയനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നമ്മൾ വീണ്ടും അപ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടെ ചെന്നിട്ട് അവരെ കാണണം ഇവരെ കാണണം, അവിടെ ചെന്നിട്ട് ഭിക്ഷ യാചിക്കണം പോലെ നിൽക്കണോ? അപ്പോൾ നമുക്കൊരു വിവരം അവർ തരണ്ടേ? എനിക്കറിയില്ല, നിയമം അങ്ങനെ ആയിരിക്കണം. എന്നാൽ ശരി, ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പോയി. ഞാനതാ പറഞ്ഞത്, അവിടെയാണ് നമ്മുടെ സമുദായ അംഗങ്ങൾ പോയിട്ട് ഇത്രയും ദിവസം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് തിരക്കിയിട്ട് ഒരു വിവരം കിട്ടിയത്. അപ്പോഴേ അറിഞ്ഞത് അവിടെ നിന്ന് ഒന്നും പോയിട്ടില്ല, അവിടെ കിടക്കുക. കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ റോങ് ഇൻഫർമേഷൻ കിട്ടി. 16-ാം തീയതി അയച്ചിട്ടുണ്ട്,
അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. 16-ാം തീയതി അയച്ചിട്ടുണ്ട്, അല്ല അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, അയച്ചിട്ടുണ്ട്. 16-ാം തീയതിയുള്ള ഡേറ്റ് ഇന്നലെ അറിഞ്ഞത്. അയച്ചിട്ടുണ്ട്. എവിടെ അയച്ചിട്ടുണ്ട് ഒന്നും അറിയില്ല. അവസാനം അറിഞ്ഞത് ഒരു ഇൻഫർമേഷൻ എന്തോ കൊച്ചിയിൽ ഓഫീസിൽ പോയിട്ടുണ്ട്. ഈ ഒഫീഷ്യലായിട്ട് ഈ പറയുന്ന ട്രാൻസ്ലേഷനോ കാര്യങ്ങളോ അതൊന്നും നടക്കൊണ്ടിരിക്കുന്നത് ഈ എന്നെപ്പോലെ പാവപ്പെട്ടവനെ, അല്ലെങ്കിൽ ഈ ലോ ആൻഡ് ഓർഡർ, അല്ലെങ്കിൽ ഈ ലോ അറിയില്ല പൊളിറ്റിക്സ് ഒന്നും അറിഞ്ഞുകൂടാത്ത ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത്? പക്ഷെ ആദ്യത്തെ ഉറപ്പ് കേട്ടിട്ട് ഞാനൊരു 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ വീണ്ടും ഒരു 10 ദിവസം ഉണ്ടായിരിക്കണം. ഇന്നൊരു അറിയിപ്പുണ്ടായി, ആ CBI ഓഫീസിലോട്ട് കൊടുത്തു വിട്ടു. ആദ്യം പറഞ്ഞു DYSP കൊണ്ടുപോയി, രണ്ടാമത് പറഞ്ഞ് മെയിൽ കൊടുത്തു വിട്ടു, ഉടനെ ഉണ്ടാവും, സസ്പെൻഷൻ ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും 10 ദിവസം വീണ്ടും ഉണ്ടായിരിക്കും? ഇതും ഒരു ട്രാപ്പാണ്, എനിക്കറിയാം. ഇന്ന് നടന്നതും എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ ഇന്ന് നടന്ന കാര്യവും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ട്രാപ്പാണ്. വീണ്ടും ഞാൻ മര്യാദയ്ക്ക് ഇരിക്കണം. ഞാൻ അങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പ്രഖ്യാപിച്ച ഒരു സമരമാർഗത്തിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും, അത് ഉറപ്പാണ്. അത് എന്നെ ആര് പിന്തിരിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാലും ഞാനത് അങ്ങ് മുമ്പോട്ട് തന്നെ പോകും. 2 പ്രാവശ്യം എന്നെ ചീറ്റ് ചെയ്തു. ആദ്യത്തെ ഈ പ്രഖ്യാപനവും, രണ്ടാമത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ റോങ് ഇൻഫർമേഷനും. ഇന്ന് വന്ന ഞാൻ പത്രത്തിൽ ന്യൂസിലാണ് കണ്ടത്, ചാനലിലാണ് കണ്ടത്, DYSP നേരിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ന്യൂസ് കണ്ട് മെയിൽ സന്ദേശം കൊണ്ടുവന്ന് പറഞ്ഞു. ഓക്കെ, DYSP നേരിട്ട് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, മെയിൽ കൊടുത്തോ ഇല്ലയെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ആഭ്യന്തര അന്വേഷണം വരുന്നു, 3 നേരം സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ ഇത് കണ്ടിട്ട് ഞാൻ വീണ്ടും ഒരാഴ്ച ഞാൻ മിണ്ടാതിരിക്കണോ? ഇരിക്കില്ല. 33 പേരുടെ സസ്പെൻഷൻ്റെ ആ കേസ് പിൻവലിച്ചിട്ട് സ്റ്റേ ചെയ്തു. ഓക്കെ, എൻ്റെ ഒരു ചോദ്യം ആർക്കെങ്കിലും ഉത്തരം തരാൻ പറ്റുമെങ്കിൽ പറയുക. ഈ 33 പേരെ സസ്പെൻഷൻ്റെ പിൻവലിച്ചത് VC ആണ് പിൻവലിച്ചിട്ടുള്ളത്. ആ VC തെറ്റായ ഒരു നടപടി ചെയ്തതുകൊണ്ട് VCക്ക് രാജിവെച്ച് പോവേണ്ടി വന്നു. ആ സസ്പെൻഷൻ്റെ സ്റ്റേ ചെയ്തു, ആ നടപടിയെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഓക്കെ, പക്ഷേ ഈ VCക്ക് ഈ 33 പേരുടെ ലിസ്റ്റ് കൊടുക്കുന്നുവെങ്കിൽ ആരാ കൊടുക്കേണ്ടത്? ദയവായി അത് അങ്ങ് പറഞ്ഞു തരിക. VC എന്ന് പറയുന്നത് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ക്ലാസ് റൂമിൽ ഇറങ്ങി അന്വേഷിക്കുന്നതല്ല VCയുടെ ജോലി. അത്രയും ഉന്നത പൊസിഷനിലിരിക്കുന്ന ആൾക്ക് ഈ ലിസ്റ്റ് കൊടുക്കുന്നെങ്കിൽ അത് ഡീന് കൊടുക്കണം. ഈ 33 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ ഒരാളുടെ പേര് കൊടുക്കണമെങ്കിൽ ഡീനാണ് കൊടുക്കേണ്ടത്. അതായത് പ്രിൻസിപ്പൾ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരാണ്. ഇമ്മീഡിയറ്റ് ആരാണ് കീഴുദ്യോഗസ്ഥൻ കൊടുക്കണം. ഈ 33 ലിസ്റ്റ് കൊടുത്തത് ഡീനല്ലേ? ഈ ഡീൻ എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പാളല്ലേ കൊടുത്തത്. അപ്പോൾ ഈ പ്രിൻസിപ്പാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് സെയിം ഇതേ സസ്പെൻഷൻ നടപടി ഈ ഡീന് അതിൽ ഉത്തരവാദിയല്ലേ? അതും കൂടെ ഡീന് അനുഭവിക്കേണ്ടില്ലേ? അന്വേഷണത്തിനെ തൃശങ്കുവിൽ നിർത്തിക്കൊണ്ടാണ്, അതായത് നോട്ടിഫിക്കേഷൻ ഇറക്കിയതോടുകൂടി അന്വേഷണം മുൻപോട്ട് പോയിരുന്നത് അതവിടെ സ്റ്റോൾ ചെയ്യപ്പെടുകയാണ്. അന്വേഷണത്തിനെ തൃശങ്കുവിൽ നിർത്തി അന്വേഷണത്തിനെ കോൾഡ് ഫ്രീസറിലാക്കിയിട്ട് വെയിൽ കായുവാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു ഈ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ. ഒരു സ്വല്പം ഒരു മനുഷ്യത്വം കാട്ടേണ്ടതായിട്ടില്ലേ? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് ഒരു തരത്തിലും ഒരു അക്രമവും അവിടെ നടക്കുകയില്ല എന്നുള്ളത്. ഇവിടെ ചെറുപ്പക്കാരനായ യോഗ്യനായ ഒരു വിദ്യാർത്ഥിയെ ഇതുപോലെ അരുങ്കൊല കൊടുത്തതിന് ശേഷം ആ ഇരയോട് മാത്രമല്ല, അവരുടെ ജീവിക്കുന്ന ആ കുടുംബത്തിലെ ബാക്കി ഇരകളില്ലേ, അയാളുടെ അച്ഛനോടും അമ്മയോടും സ്റ്റേറ്റിന് ഒരു ഉത്തരവാദിത്വമില്ലേ? ഒരു പക്ഷേ ഞാൻ മോട്ടീവ് ഒന്നും ചോദ്യം ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ കാരണങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം ആ സമയത്ത് അത്ര ഒരു ആവശ്യവും കൊണ്ട് പിതാവ് കേണുകൊണ്ട് ചെന്നപ്പോൾ പെട്ടെന്ന് CBIക്ക് വിട്ടത്. ആത്മാർത്ഥമായിട്ടാണോ അത് വിട്ടതെങ്കിൽ അതിനെ ആ വിഷയം മുൻപോട്ട് കൊണ്ടുപോയി അതിനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാർ കാണിക്കേണ്ടതായിട്ടില്ലേ? ഈ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ശരിക്കും ക്രിമിനൽ ലോയുടെ ഒരു മൗലികമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. സ്റ്റേറ്റ് ആണ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ആണ് അങ്ങനെ ഒരു ക്രൈം പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. ഇരയോടൊരു ഉത്തരവാദിത്വമുണ്ട്. മരണപ്പെട്ട ആളുടെ മാതാപിതാക്കളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. സമാനതകളില്ലാതെ ഇതുപോലെ പൊതുവിചാരണ ചെയ്യപ്പെട്ട് ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യനെ അരിങ്കൊലയിലൂടെ തള്ളിയതിലൂടെ ആ കുടുംബത്തിനെ നിതാന്ത അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇത്രയും ദിവസം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ മനുഷ്യത്വമുള്ള ഒരു ഭരണകൂടത്തിന് കഴിയും. ഒരു രാഷ്ട്രീയ തീരുമാനമൊന്നും ആയിരിക്കില്ല ഇത്. പക്ഷേ ഇതിന്റെ പുറകിൽ രാഷ്ട്രീയക്കാരുടെ കരങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ബോധപൂർവമായ ഒരു തീരുമാനമാണ് എന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ല. പക്ഷേ ഇതിന്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാം. മനുഷ്യത്വമുള്ള ഒരു ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായിട്ട് നടപടിയെടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിലക്റ്റൻസ് ഉണ്ടായി? അന്വേഷണം സ്റ്റോൾ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ പൊതുസമൂഹത്തിൽ ഇതിപ്പോൾ വന്നിരുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിന്റെ അച്ഛൻ ഇത് അറിയാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ, പൊതുപ്രതിഷേധം ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഒരു തരത്തിലും ഇത് മുൻപോട്ട് പോവുകയില്ലായിരുന്നു. എത്രത്തോളം ആലസ്യമാർന്ന മറുപടിയാണോ അദ്ദേഹം ആദ്യം കേട്ടത്, ആ മറുപടിയിൽ തന്നെ അവർ ഉറച്ചു നിന്നിരുന്നേനെ. അപ്പൊ ജീവിക്കുന്ന ഇരകളോടൊരു മര്യാദ കാട്ടേണ്ടതായിട്ടുണ്ടായിരുന്നില്ലേ?
പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിലേ വന്നത് എന്നതിനെ കുറിച്ചൊരു ചോദ്യം കേരളത്തിലെ പൊതുസമൂഹം ആ ചോദ്യത്തിനൊരു ഉത്തരവാദിത്വം അർഹിക്കുന്നില്ലേ? അത് അന്വേഷണത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് അത് മുൻപോട്ട് കൊണ്ടുപോയി ഒരു തീരുമാനം എടുപ്പിക്കേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അവർക്കെല്ലാം ഈ ഇരയോടുള്ള ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കേണ്ടതായിട്ടില്ലേ? അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പാളിച്ച എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് വളരെ വ്യക്തമായിട്ട് അന്വേഷണം നടത്തി ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ട് ഉത്തരവാദിത്വം പറയുവാനുള്ള രാഷ്ട്രീയ ധാർമ്മികത, ഭരണഘടനാ ധാർമ്മികത ഭരണകൂടം കാട്ടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ CBI എത്രയും പെട്ടെന്ന് അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ, അഡീഷണൽ അറസ്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഒരു പ്രത്യേക ഇലക്ഷന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്വേഷണം അതിവേഗം പുരോഗമിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ആരുടെയെങ്കിലും ഒക്കെ ആശങ്കകളായിരിക്കാം ഇത്തരത്തിൽ ഇത് സ്റ്റോൾ ചെയ്തത്. അല്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ നിന്നും CBIയിലേക്ക് ഈ ഫയൽ പോകുന്നതിനോടുള്ള അവരുടെ പ്രതിഷേധം കൊണ്ടായിരിക്കാം. എന്തൊക്കെയായാലും നമുക്ക് ആർക്കെങ്കിലും മറക്കുവാൻ കഴിയുന്നതാണോ കേരളത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്? അന്വേഷണം നിന്നല്ലോ, തൃശങ്കുവിലാക്കി. അതായത് എവിഡൻസ് ഗ്യാദർ ചെയ്യേണ്ടുന്ന വിലയേറിയ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ വൈകിയ വേളയിലെങ്കിലും ഇതിനകത്ത് സാക്ഷികളായിട്ട് ചോദ്യം ചെയ്യലിന് വിധേയരാക്കപ്പെടാൻ പോകുന്ന ആൾക്കാർ, ഇതിനകത്ത് വിദ്യാർത്ഥികൾ, സസ്പെൻഷനിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യം ഡിസ്ക്ലോസ് ചെയ്യുവാൻ ഫിയർലെസ് ആയിട്ട് CBIയെ പോലൊരു വളരെ ഇഫക്റ്റീവ് ആയിട്ടൊരു ഏജൻസി ഇങ്ങനെ ഒരു വിഷയത്തിൽ അവർ രാഷ്ട്രീയം കൽപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുകയില്ല എന്ന് നമുക്കെല്ലാം അറിയാം. അത്ര ഒതന്റിക് ആയിട്ട് ഒരു ജെനുവിൻ ആയിട്ടൊരു അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ തെളിവുകൾ അവർക്ക് മുമ്പിലേക്ക് പോകുന്നത് വൈകിപ്പിക്കുക എന്നൊരു ദുരുദ്ദേശം ഇതിന്റെ പുറകിൽ ഇല്ല എന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡിലേ അല്ലേ? സമാനതകളില്ലാത്ത ഒരു ക്രൂരത കണ്ട് കേരളം വിറങ്ങലിച്ച് ഒരു കേസിൽ ഇത്തരത്തിൽ ഫയലിന്റെ പുറത്ത് ഇരിക്കുക, അല്ലെങ്കിൽ ഫയൽ മുൻപോട്ട് പോകാതെ പ്രോഫോർമ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇതേതാണ്ട് വലിയ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന തരത്തിലുള്ള പരിശോധന വല്ലതും വേണ്ടുന്ന കാര്യമാണോ? കുറെ കോളങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതല്ലാതെ പ്രോഫോർമ എന്ന് പറയുന്നത് ഒരു നടപടിക്രമം മാത്രമാണ്. അതിന്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് നീതി നിഷേധിക്കുക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുൻപിൽ വരെയും ചെന്ന ജുഡീഷ്യൽ നോട്ടീസിൽ, മറ്റേ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജുഡീഷ്യൽ നോട്ടീസിൽ വന്ന ഒരു വിഷയമാണ് ഇത്. എന്നിട്ട് പോലും ഇതിന്റെ പുറകിൽ എത്രത്തോളം അഹന്തയുണ്ടായിട്ടാണ് ഇതിന്റെ പുറത്ത്, എത്രത്തോളം ഇമ്പ്യൂണിറ്റി എന്ന് നാം ഇംഗ്ലീഷിൽ പറയും. രാജ്യമെമ്പാടും തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ആരും ഇദ്ദേഹത്തിന് വേണ്ടി, അതായത് ഇരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇരയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ആരും പോരാടാൻ കഴിയില്ല, ഇറങ്ങില്ല എന്നുള്ള ഒരു പൂർണ്ണമായിട്ടൊരു ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഒരു പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ഈ ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ ഇത് വൈകിപ്പിക്കുവാൻ ശ്രമിച്ചത്. ഇതൊക്കെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, അറ്റ് ദ മോസ്റ്റ് എ ഡേ ഓർ ടു, 1-2 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന നടപടിക്രമം വെച്ചുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ വൈകിയത്. ഇനി ഇത് ആത്യന്തികമായിട്ട് മാനുവൽ പ്രകാരം ഇത് CBI ഡയറക്ടറാണ് ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത്. പരമാവധി വൈകിപ്പിച്ച ശേഷം ഇനിയിപ്പം മുകളിലേക്ക് ചെല്ലുമ്പോൾ അതെല്ലാം വീണ്ടും ഇവിടെ സമയം കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം ചോദിച്ചു 33 ആ 1-ാം വർഷ വിദ്യാർത്ഥികൾ 33 അല്ല അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ആ ഹോസ്റ്റലിൽ അന്ന് പോയി. പക്ഷേ ആ ഹോസ്റ്റലിലും ആ യൂണിവേഴ്സിറ്റിയിലും ഒരു നിയമമുണ്ട്. 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും ആ ഹോസ്റ്റലിൽ പ്രവേശനമില്ല. പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ആ കോളേജ് കോമ്പൗണ്ടിലുള്ള ഹോസ്റ്റലിൽ പ്രവേശനമില്ല. അവർ 20 കിലോമീറ്റർ അപ്പുറത്തുള്ള കൽപ്പറ്റ എന്നുള്ള സ്ഥലത്താണ് അവർക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈവറ്റ് ബിൽഡിങ്, കോളേജ് തന്നെയാണ് എടുത്തിട്ടുള്ളത്, പ്രൈവറ്റ് ബിൽഡിംഗ്. പക്ഷേ എന്തുകൊണ്ട് ഈ 30 സ്റ്റുഡൻറ്റ് ആ രാത്രി 17-ാം തീയതി രാത്രി ഈ 30 ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ആ ഹോസ്റ്റലിൽ എങ്ങനെ പോയി? കാരണം എന്നാൽ ആ ഹോസ്റ്റലിൽ നിയമം എന്ന് പറഞ്ഞാൽ അഥവാ ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിന് ആ ഹോസ്റ്റലിൽ പോകണമെങ്കിൽ ആ ഹോസ്റ്റലിൻ്റെ ഡീലിൻ്റെ പെർമിഷൻ വേണം, അസിസ്റ്റന്റ് വാർഡിൻ്റെ പെർമിഷൻ വേണം, HODയുടെ പെർമിഷൻ വേണം. ഇത്രയും പെർമിഷൻ കിട്ടിയിട്ട് ബൈ പേപ്പറിൽ അവർ കൊടുത്തിട്ട് മാത്രമേ അതിനകത്തൊരു പ്രവേശനമുള്ളൂ. എന്തിന് പോകുന്നു എന്ന് വരെ എഴുതി കൊടുക്കണം. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ആ ഹോസ്റ്റലിൽ പോകണമെങ്കിൽ സെക്കൻഡ് ഇയർ മുതൽ അവർക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ 30-40ഓളം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ആ ഒരു രാത്രി എന്തിനകത്ത് പോയി, ആര് അനുവാദം കൊടുത്തു അത് എന്നുള്ള കാര്യം ഇതുവരെയ്ക്ക് എന്തുകൊണ്ട് ആരും ചോദിക്കാത്തത്? അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ നിയമം. സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് പരിശോധിക്കാം, വളരെ വ്യക്തമാണ്. പക്ഷേ ഈ 40 സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിന് ആ രാത്രി VC പറഞ്ഞിട്ടുണ്ട്. VC തന്നെ തുറന്നു പറഞ്ഞല്ലോ, ഇപ്പോൾ രാജിവെച്ചിട്ട് VC പറഞ്ഞല്ലോ, ആ ഒരു രാത്രി മാത്രമേ അവർ തങ്ങിയുള്ളൂ. അപ്പോൾ ഉറപ്പാണല്ലോ രാത്രി തങ്ങിയാണെന്ന്. എന്തിന് തങ്ങി?
അല്ലെങ്കിൽ ആര് പെർമിഷൻ കൊടുത്തു, എന്താണ് അതിൻ്റെ മോട്ടിവേഷൻ, എന്താണ് അവർ ഉദ്ദേശം കൊടുത്ത് അവിടെ തങ്ങിയിട്ടുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം എന്നാൽ ഈ 30-40 സ്റ്റുഡൻറ്റിനെ കാണിക്കണം, ഈ SFI എന്നുള്ള ഭീകര സംഘടനയെ കാണിക്കണം, ഞങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ജൂനിയറാ, നിങ്ങൾ ഫസ്റ്റ് ഇയറാ, നിങ്ങൾക്ക് നാളെ ഭാവിയിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കാരണം എന്നും അവരെ മുമ്പ് വച്ചിട്ടാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടക്കുന്നത്. 17-ാം തീയതി നടക്കുന്നത് പറഞ്ഞാൽ അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു മൃഗീയം എന്ന് പറയാൻ പറ്റില്ല, അത് പറഞ്ഞ് തെറ്റായിപ്പോൾ പൈശാചികം എന്ന് പറയാം. മൃഗത്തിനും പിന്നെ ഒരു മനസാക്ഷിയുണ്ട്. ഇത്രയും വലിയ ഒരു ക്രൂരമായിട്ടുള്ള മർദ്ദനം നടക്കുന്നത് ഇത്രയും പേരുടെ മുമ്പ് വെച്ച്. അപ്പോൾ അതിനാരാ പെർമിഷൻ കൊടുത്തത്? ആ സമയത്തുള്ള VC, ആ സമയത്തുള്ള ഡീന്. അവർക്കുള്ള അതിനുള്ള ശിക്ഷ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് സസ്പെൻഷനായിപ്പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിലൊരു ആക്ഷൻ എന്തായിട്ടുണ്ടായിട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? വെറും ഡീനും അല്ലെങ്കിൽ VCക്ക് മാത്രം അവർക്ക് ഒതുക്കാൻ പറ്റുന്നതാണോ ഇതിൻ്റെ ഉത്തരവാദിത്വം? വകുപ്പ് തലത്തിലില്ലേ? വകുപ്പ് തലത്തിൽ അവർക്ക് ആ മിനിസ്ട്രി ലെവലിലോട്ടില്ലേ? എൻ്റെ ഒരു സംശയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 100-400 കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് പോയിട്ട് 250 പോയി കണ്ടുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ള ലൈവിൽ അവരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഡീനും VC മാത്രം ഉത്തരവാദിത്വമായി എടുത്താൽ മതിയാവും? അതും ഒരു സസ്പെൻഷൻ മാത്രം ഒതുങ്ങിയാൽ മതിയാവും? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇവരെ തിരിച്ചെടുത്തു. ഓക്കെ, അവരാണ് അവർ ഫസ്റ്റ് ഇയർ ആണ്, അവർക്ക് ഇൻവോൾവ് ഇല്ല എന്ന് പറഞ്ഞിട്ട് VC തിരിച്ചെടുത്തു. VC തിരിച്ചെടുക്കണമെങ്കിൽ VCക്ക് ആരാ റിപ്പോർട്ട് കൊടുക്കേണ്ടത്? VCക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഡീനാണ് കൊടുക്കേണ്ടത്, അത് പ്രിൻസിപ്പളാണ് കൊടുക്കേണ്ടത്. VC എന്ന് അത്രയ്ക്ക് ഉയർന്ന പോസ്റ്റില്ല. VCയുടെ ജോലിയല്ല ഓരോ ക്ലാസ് റൂമിലോ നീ ഉണ്ടാന്ന് ചോദിക്കേണ്ടതല്ല VCയുടെ ജോലി. നമുക്ക് എല്ലാവർക്കും അറിയാം VCക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അവർ കീഴുദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുക്കും, യവൻ കുറ്റക്കാരനാണ്. ഈ കാര്യത്തിലല്ലേ, ഏത് കാര്യത്തിലാണെങ്കിലും കൊടുക്കേണ്ടത് കീഴുദ്യോഗസ്ഥ ഡീനാണ് കൊടുക്കേണ്ടത്. ഇപ്പോഴൊരു പുതിയ ഡീനാണ്. ആ ഡീനാണ് റിപ്പോർട്ട് കൊടുത്തത് ഇത്രയും പേര് കുറ്റക്കാരല്ല. ആ ഡീനിന് എവിടെ നിന്നാണ് പൊളിറ്റിക്കൽ പ്രഷർ വന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ഈ കേരളത്തിലുള്ള എല്ലാ കൊച്ചു കുട്ടികൾക്കും അറിയാം. അല്പം ഒരു 5-ാം ക്ലാസ്സോ 6-ാം ക്ലാസ്സോ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും അറിയാം, ഒരുവിധപ്പെട്ട എല്ലാ കാര്യവും അറിയാം. ആരാണ് എവിടെ നിന്നാണ് പൊളിറ്റിക്കൽ പ്രഷർ വന്നതെന്ന്. ആ ഡീനിന് പൊളിറ്റിക്കൽ പ്രഷർ കിട്ടി, അത് നേരെ VCക്ക് കൊടുത്തു. VCക്ക് അതിൽ നിന്നും വലിയ പൊളിറ്റിക്കൽ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല. VC ഇതിനോട് ചായവുള്ള ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ പൊളിറ്റിക്കൽ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ 33 തിരിച്ചെടുത്തു. അപ്പോൾ ഇത് നടപടി നിയമപരമായിട്ടല്ല, ഗുരുതരമായ കുറ്റം ആണെന്ന് അറിഞ്ഞ് VCക്ക് തന്നെ തോന്നി ഗുരുതരമായ കുറ്റമാണ്, ഞാനിപ്പോൾ രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാവി തന്നെ പോവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് VC അത് രാജിവെച്ചങ്ങ് പോയത്. രാജിവെച്ച് പോയി. ഇപ്പം എന്ന് കയറി വരുമെന്നറിയില്ല, രാജിവെച്ചാണോ സസ്പെൻഷനാണോ എന്താണെന്നറിയില്ല, രാജിവെച്ചു എന്ന് പറയുന്നു. അടുത്ത് ഈ ഡീന് ഈ റിപ്പോർട്ട് കൊടുത്ത ഡീന് അങ്ങനെയല്ലോ റോങ് റിപ്പോർട്ട് കൊടുത്തത്. അപ്പൊ ഡീനിനെതിരെ ആരാ ആക്ഷൻ എടുക്കേണ്ടത്? രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമില്ലാത്ത ഒരു പാവം അച്ഛന്റെ ഗതികേട് അറ്റ്ലീസ്റ്റ് നിങ്ങളെ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പുറകിൽ നിൽക്കുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് ആശ്വാസം കൊടുക്കുന്നത് തന്നെയാണ്. 23 ദിവസം മാത്രമാണ് ഈ VC ഓഫീസിൽ ഉണ്ടായിരുന്നത്. ആ 23 ദിവസം അദ്ദേഹം ഓഫീസിലേക്ക് വരാനിടയായ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം എല്ലാം മറികടന്നുകൊണ്ട് ഈ സസ്പെൻഷൻ അദ്ദേഹം പിൻവലിക്കണമെന്നുണ്ട്. അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്താണ് അദ്ദേഹത്തിന് പ്രചോദനമായത്? എന്തെങ്കിലും തോന്നിയ രീതിയിലൊരു തീരുമാനം എടുക്കില്ലല്ലോ. ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ? CBI അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒക്കെ ക്ലീൻ ചിറ്റ് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് അക്കാഡമിക് സ്പേസിലെങ്കിലും അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കണമെന്നുള്ള ആ ഒരു വലിയ എന്തൂസിയാസമാണ് അവരെ കൊണ്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. വളരെ വളരെ കഷ്ടമാണ്. ഒരു സിസ്റ്റം മുഴുവൻ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന് നീതി കൊടുക്കാതിരിക്കുന്നതിന് എത്രത്തോളം ശ്രമിക്കാമോ അത്രത്തോളം എല്ലാ തരത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവസാനത്തെ ആശ ഈ വിഷയം ചാൻസലർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ അധികാരങ്ങൾ കയ്യിലിരിക്കുമ്പോൾ ഇനി ഒരു ക്യാമ്പസിലും ഒരു സിദ്ധാർത്ഥനും കൊല ചെയ്യപ്പെടരുത്, ഈ ക്യാപ്റ്റീവ് ക്യാമ്പസുകളൊക്കെ ലിക്വിഡേറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുവാനും അത് നടപ്പിൽ വരുത്തുവാനും അദ്ദേഹത്തിന് കേരളീയ സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ഇനി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഒക്കെ വെളിച്ചത്തിൽ അത്തരത്തിൽ സ്വാഗതാർഹമായ ഒരു തീരുമാനം, ഒരരിങ്കൊലയും ഇനി ജീവിതത്തിൽ നമ്മൾ കാണുമ്പോഴെങ്കിലും ഈ കേരളീയ സമൂഹത്തിൽ അക്കാഡമിക് ക്യാമ്പസുകളിൽ നടക്കരുത്.